ഹൃദയം തേടിടും സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, പുതിയൊരു പ്രഭാതം നൽകി അനുഗ്രഹിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. യാക്കോബ് അപ്പോസ്തലന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവേ, നിന്റെ കൃപയും നിന്റെ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയും. സബദീ പുത്രന്മാരുടെ അമ്മ വന്ന കർത്താവെ അങ്ങോട്ട് അയച്ചു. എൻ്റെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും അങ്ങയുടെ ഇടതുവശത്തും വലതുവശത്തും ഇരുത്താൻ. വലിയൊരു അപേക്ഷയാണ് അമ്മ സമർപ്പിച്ചത്. ഏതമ്മയും തൻ്റെ മക്കളെ ഒന്നാം സ്ഥാനത്തെത്തണം, എപ്പോഴും നല്ല ജീവിതം അവർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പതിവാണ്. ഈ അമ്മ അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അങ്ങ് രാജാവാണെങ്കിൽ അവരെ രണ്ടുപേരെയും അങ്ങയുടെ ഇടതുവശത്തും വലതുവശത്തുമുള്ള മുഖ്യ മന്ത്രിമാരാക്കി മാറ്റണം. ഇത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്നാൽ അത് ആർക്കായിട്ടൊരുക്കിയിരിക്കുന്നുവോ അവർക്കാണ് ലഭിക്കുന്നതെന്ന് കാരുണ്യവാനായ കർത്താവെ പറയുമ്പോൾ, നിന്റെ കാരുണ്യം, നിന്റെ സ്നേഹവും, നിന്റെ ചൈതന്യവും, നിന്റെ ശക്തിയും അനുഭവിച്ചറിയാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മാത്രത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, ഇതാ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിന്റെ കൃപകളാൽ നിറഞ്ഞിരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവെ, നിന്റെ സ്നേഹവും നിന്റെ ചൈതന്യവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. അങ്ങേക്ക് വേണ്ടി ജീവിതം സമ്പൂർണ്ണമായിട്ടും രക്തസാക്ഷിത്വമകുടം ചൂടിയ ഈ വിശുദ്ധരെ പോലെ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. വിശുദ്ധ യാക്കോബിനെ പോലെ ധീരതയോടുകൂടി അങ്ങയുടെ വിശ്വാസം പ്രഖ്യാപിച്ച് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണം. കർത്താവേ, ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും രക്തസാക്ഷി അപ്പോസ്തലന്മാരെ പോലെ വിശ്വാസം പ്രഘോഷിക്കുവാനും വിശ്വാസം ജീവിക്കുവാനും വിശ്വാസം സാക്ഷ്യപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ സർവേശ്വരനെ നീളുവന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും